എന്തോ പേര് ഒന്നുകൂടി പറഞ്ഞേ. മാവേലിക്കര. അപ്പൊ ഇതുവഴി നടന്നു വരുന്നതിന്റെ കാര്യം എന്തുവാ? താമസം. ആഹാ. അപ്പൊ കൊല്ലത്ത് ചെല്ലുമ്പോ എത്ര ദിവസമാകും? അപ്പൊ വൈകിട്ട് എവിടെ കിടക്കും? പാർട്ടി ഓഫീസുള്ളോട്ട് പാർട്ടി അതേ വില ദൂരേക്ക്. ആഹാ. ഈ വെയിലും പിടിച്ച് ഈ പ്രായത്തില് 10-75 വയസ്സായില്ലേ? 92 എന്റെ കർത്താവേ നടക്കുന്നത്. 91 കഴിഞ്ഞ് 92 തുടങ്ങി 2 മാസമായി. നമ്മുടെ പിണറായി വിജയൻ ഇച്ചിരി പോലും വെയിൽ കൊള്ളത്തില്ലല്ലോ. പിന്നെ നമ്മളെന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? ആട്ടി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളൊരു ദിവസം മരിക്കുമല്ലോ, മരിച്ചാ പിന്നെ എങ്ങോട്ടാ പോന്നെ? എങ്ങും പോകുന്നില്ല. പിന്നെ മണ്ണിനകത്ത് കൊണ്ടിട്ട് അവിടെ കിടന്ന പുല്ലും ചെറുതും എടുത്ത് അത് ശരീരം. ആ ശരീരമല്ല, മൊത്തം ആത്മാവൊന്നും പിന്നീട് എങ്ങും ഇരുത്തില്ല. ആത്മാവില്ലേ? വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന ആരേലും പറയുന്നെങ്കിൽ അത് വെറുതെ. ഞാൻ വിശ്വസിക്കുന്നില്ല. എന്റെ ഇത്രയും പ്രായത്തിനോടെ ഇതെങ്ങനെ ഇത്രയും തീക്ഷ്ണമായി കമ്മ്യൂണിസം വന്നത് എങ്ങനെയാ? ഇത്രയും തീക്ഷ്ണത വന്ന എവിടെ? പറ്റി ചിലതൊക്കെ പഠിച്ചിട്ടുണ്ട്. കാർൽ മാർക്സ് എഴുതിയത് അതിൽ നിന്നും മനസ്സിലാക്കിയ. ഓ, അത് ശരി. ഈ പണ്ടൊരു മനുഷ്യ, ഒരു കമ്മ്യൂണിസ്റ്റ്, ഒരു 2 മിനിറ്റോട് സംസാരിച്ചോട്ടെ. പണ്ടൊരു കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു, തിരുവട്ടാർ കൃഷ്ണൻകുട്ടി എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? ഇദ്ദേഹം ഇതുപോലെ കമ്മ്യൂണിസത്തിന് വേണ്ടി ജീവിച്ചൊരു മനുഷ്യനാണ്. പക്ഷെ പുള്ളി പിന്നെ എല്ലാവരും, അതായത് ക്രിസ്ത്യാനികളെല്ലാം യേശു ക്രിസ്തുവിനെ നിഷേധിക്കായിരുന്നു പുള്ളിയുടെ ഒന്നാമത്തെ പരിപാടി. പുള്ളി എന്നും പറയും, യേശു വിദേശി ദൈവമല്ലേ, അവനെ കപ്പൽ കയറ്റി നാട് കടത്താൻ പോകുന്ന പ്രസംഗിച്ച മനുഷ്യനാണ്. പക്ഷേ ഒരു ദിവസം പുള്ളി ഒരു ബൈബിൾ വായിച്ചു. ബൈബിൾ വായിച്ചിങ്ങോട്ട് വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി. യേശു ക്രിസ്തുവിനാലാണ് ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടതെന്ന്. ആകാശവും ഭൂമിയും ഉണ്ടായി വന്നതല്ല, ക്രിസ്തുവിനാലാണ് സൃഷ്ടിക്കപ്പെട്ടത്. ആ ക്രിസ്തു മരിച്ചത്, പേരൊന്നുകൂടെ പറഞ്ഞേ, പി.കെ. സുകുമാരൻ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു കഷ്ടമേറ്റ് മരിച്ചു. എന്നുവെച്ചാൽ ദൈവവുമായിട്ട് നമുക്ക് ഒരു നിരപ്പ് തരാൻ, നമ്മുടെ പാപം പോക്കി ശുദ്ധീകരിപ്പാൻ യേശു ക്രിസ്തു സുകുമാരൻ അച്ഛൻ എന്ന് പറഞ്ഞ ഈ മനുഷ്യന് വേണ്ടി മരിച്ചു. ഇത് ആര് മനസ്സിലാക്കി? കൃഷ്ണൻകുട്ടി മനസ്സിലാക്കി. അപ്പോൾ കൃഷ്ണൻകുട്ടി യേശു ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് പേനയുണ്ടല്ലോ, പേന എടുത്ത് കയ്യെ കുത്തി ഇറക്കി. ഒരു ദിവസം കയ്യെ കുത്തി ഇറക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ചോര വന്നില്ലേ, ചോര മുക്കിയിട്ട് വെള്ള പേപ്പർ എഴുതി വെച്ചു, ജീവിക്കുന്നെങ്കിൽ മാർക്സിന് വേണ്ടി, മരിക്കുന്നെങ്കിലും മാർക്സിസത്തിന് വേണ്ടി. പക്ഷേ യേശു ക്രിസ്തു അറിഞ്ഞപ്പോഴാണ് മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയാമോ? അദ്ദേഹം പേന എടുത്ത് കൈത്തണ്ടേ കുത്തി ഇറക്കി, എന്നിട്ട് ആ ചോര മുക്കി എഴുതി, ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിനായിട്ട്, മരിക്കുന്നെങ്കിൽ ക്രിസ്തുവിനായിട്ട്. ഞാനൊരു കാര്യം പറയാം, മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ട്, ഇവിടം കൊണ്ട് തീരത്തില്ല. എന്നാൽ അല്ല, നമ്മൾ നോക്കിയാൽ ഇങ്ങോട്ടേക്ക് മരിച്ചതിന് ശേഷം നമ്മൾ തമ്മിൽ ഇനി കാണും, ഇതേ രൂപത്തിൽ കാണും. പക്ഷേ അന്ന് യേശു ക്രിസ്തുവിൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കും, നമ്മുടെ പാപം പോക്കി അവൻ ശുദ്ധീകരിക്കും. ഇല്ല, പക്ഷേ അത് ഞങ്ങൾ പറയുക. ഇന്നവരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത്? ഞാൻ എൻ്റെ വീടെന്ന് പറഞ്ഞാൽ വലിയ 101 ദൈവങ്ങളെ വെച്ച് ജീവിക്കുന്ന കുടുംബം. 7 വെളുപ്പിന് പുഴയിൽ പോയി കുളിച്ചു വന്ന് അമ്പലം തുറന്ന് വിളക്ക് കത്തിച്ച് പൂജകർമ്മമൊക്കെ ചെയ്തുകൊണ്ടിരുന്നവനാണ്. ഒടുവിൽ എനിക്ക് ഇതിനോട് വിശ്വാസം, ഇതെല്ലാം വഞ്ചിക്കപ്പെട്ടതാണ്. അതല്ല കള്ളമാ, ദൈവം ഒരാളേ ഉള്ളൂ. സ്വന്തം മനസ്സുകൊണ്ട് ചിന്തിച്ചു, ദൈവം ഒരാളേ ഉള്ളൂ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് 14ാമത്തെ വയസ്സിൽ ഇറങ്ങിയ. അയ്യോ, കല്യാണമൊന്നും കഴിച്ചില്ലേ? അല്ല, അതൊക്കെ പിന്നെ പറയാം. വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള കാരണം എൻ്റെ അച്ഛൻ പട്ടാളത്തിൽ നിന്ന് വന്നതിന് ശേഷം വീട്ടിൽ ജോലി 5-10 ജോലിക്ക് അവർ കൂലി ചോദിച്ചാൽ തല്ലാൻ ചെയ്യും. ഞാൻ പറഞ്ഞു അത് നടക്കുക, അവർ അധ്വാനിച്ചിട്ടാണ് നമ്മൾ, അത് എനിക്ക് ഭൂമി ഉണ്ടായിട്ടാണ് അധ്വാനിക്കാൻ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഭൂമി ഉണ്ടെങ്കിൽ അധ്വാനിക്കാൻ ആരെങ്കിലും ഉണ്ടായെങ്കിലല്ല മുതലുണ്ടാവും. അപ്പോൾ അവൻ അധ്വാനിക്കുന്നതിൻ്റെ വേതനം ചോദിക്കാതെ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. നീ അവരുടെ സൈഡാണോ എന്ന് ചോദിച്ചാൽ അതേന്ന് പറഞ്ഞാൽ എങ്ങോട്ടാന്ന് വെച്ചാൽ കൊള്ളാൻ പറയും. നിനക്ക് 1 സെൻറ്റ് ഭൂമി തരുമെന്നും കണ്ടിട്ട് ഇവിടെ അന്ന ഇറങ്ങിത്തിരിക്കാം. പിന്നെ ഇന്ന് വരെ വീട്ടിൽ പോയിട്ടില്ല ഞാൻ. അപ്പോൾ ഇങ്ങനെ ഓരോ പുസ്തകം കിട്ടി, കമ്മ്യൂണിസത്തിൻ്റെയൊക്കെ പുസ്തകം കിട്ടി, അതിൽ നിന്ന് പഠിച്ച് ഇന്ത്യയുടെ മിക്ക ഭാഗവും കറിഞ്ഞ് പോകാത്ത ഭാഗമില്ല ഇന്ത്യയിലാണ്. അന്ന് ഇന്ത്യക്ക് 27 സംസ്ഥാനങ്ങളുള്ളൂ. ഇപ്പോൾ 28 വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 8 ജില്ലയേ ഉള്ളൂ കേരളത്തിന്. ഇപ്പം 14 ജില്ലയായി. ഈ 14 ജില്ല അതിൻ്റെ ആരോഗ്യവും അതിൻ്റെ പഞ്ചായത്തും എനിക്ക് ദൈവത്തെ മാത്രം വിശ്വാസം ഇല്ല. വിശ്വാസമുണ്ട്. ഒരു ശക്തി, ഒരു പ്രപഞ്ചമുണ്ട്, അതിനെ ഞാൻ വിശ്വസിക്കും. ബാക്കി ഒന്നും ഞാൻ. അപ്പോൾ അത്രയും മതി. അത് തന്നെ ഞങ്ങൾ പറഞ്ഞു, ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ഒരു വ്യക്തിയുണ്ട്. അല്ല, ആരും ഉണ്ടാക്കിയ പിന്നെ തന്നെ ഉണ്ടായി വന്നു. ഇത് പ്രകൃതിയിൽ നിന്നുണ്ടായ, പ്രകൃതി ഉള്ളത് കൊണ്ടല്ലേ ഇതുണ്ടായത്? അല്ല. അപ്പോൾ ഞങ്ങളൊരു കാര്യം പറയാം, ഞങ്ങൾ സ്നേഹം കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇങ്ങോട്ട് മാറി നിന്നിട്ട് വണ്ടി, നമുക്കൊരു മരണമുണ്ടല്ലോ, അതാരെ ഈ മരണം വെച്ച നിയമം വെച്ചാരാ? ആരും വെച്ചിട്ടില്ല. ആയുസെത്തുമ്പം വിളിക്കും.
ആര് വിളിക്കും? ശക്തി വിളിക്കും. ആ ശക്തി വിളിക്കും. ആ ശക്തിയെ പറ്റിയാണ് ഞങ്ങൾ പറയുന്നത്. ആ ശക്തി ഉള്ളവനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അത് ഇത്രയും പറഞ്ഞോളൂ. യേശു ക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാണ്. ഞങ്ങൾ സുകുമാരൻ ചേട്ടന് വേണ്ടി സുകുമാരനല്ലേ പറഞ്ഞത്? സുകുമാരൻ ചേട്ടന് വേണ്ടി ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചോട്ടെ. വിരോധമില്ലല്ലോ? ഓക്കെ. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ സാധുവായിരിക്കുന്ന മനുഷ്യന് കർത്താവെ സത്യദൈവം ആരെന്ന് തിരിച്ചറിയാതെ കർത്താവെ നശിച്ചു പോകുന്ന ചില ഇസങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതം നശിപ്പിച്ച് കളയുമ്പോൾ കർത്താവെ അവിടുന്ന് ഇവന് വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു. ഈ സുകുമാരൻ ചേട്ടന് വേണ്ടി യേശു ക്രിസ്തു മരിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ ആ സത്യദൈവമായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം തിരിച്ചറിയുവാനും ദൈവം സ്നേഹമാണെന്നുള്ള വചനം തൻ്റെ ഹൃദയത്തിൽ ആഴമായിട്ട് പതിക്കുവാനും തൻ്റെ ബാക്കിയുള്ള ജീവിതത്തിൽ ഈ യേശു ക്രിസ്തുവിനെ ഏകരക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിച്ച് കർത്താവിനോട് കൂടെ ചേർന്ന് സമാധാനമുള്ള സ്വർഗീയ രാജ്യം അവകാശമാക്കുവാനും ഞങ്ങൾ പ്രാർത്ഥിച്ച് കരങ്ങൾ തരികയാണ്. ഈ യാത്രയിൽ ഒരിടത്ത് വെച്ച് കർത്താവിനെ കണ്ടുമുട്ടണം. പൗലോസ് കർത്താവിനെ കണ്ടുമുട്ടിയതുപോലെ ഇദ്ദേഹം കർത്താവിനെ കണ്ടുമുട്ടണം. ബാക്കിയുള്ള ദിവസം ഇതുപോലെ കർത്താവെ പുതിയൊരു വേഷം ധരിച്ച് യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട് തെരുവോരങ്ങളിൽ നിൽക്കുന്ന ബൈബിൾ കൊടുക്കുന്ന ഒരു നല്ല സുവിശേഷകനായിട്ട് തൻ്റെ അവസാന നാളുകൾ അവിടുന്ന് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം ബലവും കൊടുത്താട്ട് യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഓക്കെ.